മഴയെ നന്നായി തന്നെ ഭയക്കണം. ജാഗ്രതയോടൊപ്പം ഭയവും വേണം. കാരണം 2 പ്രളയങ്ങളെ അതിജീവിച്ചവരാണ് മലയാളികൾ. ഏത് നിമിഷവും ഇനി ഒരു പ്രളയമുണ്ടാകുമോ എന്ന ഭയത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. പല സ്ഥലങ്ങളിലും വെള്ളം കയറിയതും റോഡുകൾ പോലും വെള്ളത്തിനടിയിലായതുമൊക്കെ നമ്മൾ കാണുന്നതാണ്. വയനാട് ചൂരൽമല നമ്മുടെ മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല എന്നതും മലയാളികൾ ഓർക്കണം. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ജാഗ്രതയോടുകൂടി വേണം ഓരോ ആളുകളും മുന്നോട്ട് പോകാൻ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മഴ ശക്തി പ്രാപിക്കുകയാണ്. കാറ്റ്, അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസമുണ്ട്. ന്യൂനമർദ്ദം, അറബിക്കടലിൽ ന്യൂനമർദ്ദം, അങ്ങനെ പല തരത്തിലാണ് മഴ വരുന്നത്. മഴയുടെ ശക്തി പലപ്പോഴും പല നാശനഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ്. സർക്കാരുകൾ ഇതിലെത്ര മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു തന്നെ പോകണം. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, മുല്ലപ്പെരിയാറിൽ വെള്ളം കൂടിയാലും വിള്ളൽ സംഭവിച്ചാലുമൊക്കെ ആ പ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല ഒരുപാട് ജനങ്ങളെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ സർക്കാർ മാറി താമസിക്കണമെന്നൊക്കെ പറഞ്ഞാൽ മാറി ക്യാമ്പുകളിലേക്ക് പോകുക. മാത്രമല്ല, ഈ തീരദേശ മേഖലകളിലൊക്കെ താമസിക്കുന്നവർ, മലയോര മേഖലകളിൽ താമസിക്കുന്നവർ, അവരൊക്കെ കൃത്യമായി മുന്നറിയിപ്പുകൾ പാലിക്കുക. രാജ്യത്തുടനീളം കാലാവസ്ഥാ രീതി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പല പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്യുന്നുണ്ട്. ഇന്നും പലയിടങ്ങളിലും, അതായത് എല്ലാ ദിവസവും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഡൽഹി NCRൽ നിന്നും ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മേഘാവൃതമായ കാലാവസ്ഥയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെങ്കിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. ഛത്തീസ്ഗഡ്, സിക്കിം, പശ്ചിമ ബംഗാൾ, ഝാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിലും ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഗുജറാത്തിലെയും പല സംസ്ഥാനങ്ങളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിലും മുംബൈയിലും കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്നു. സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. ഇത് ഗതാഗതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. മെയ് 29 വരെ, അതായത് മെയ് മാസം അവസാനം വരെ മുംബൈയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് IMD പറയുന്നു. ഇതിനുശേഷം മഴയുടെ വേഗത അല്പം കുറയുമെന്നും പറയുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിൽ 9 നദികളിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള പുഴകളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. നദികളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് നടപടി. കോട്ടയം ജില്ലയിലെ മീനച്ചലിൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ വാമനാപുരം, കണ്ണൂർ ജില്ലയിലെ പെരുമ്പ, മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുഴയോട് ചേർന്ന് താമസിക്കുന്ന പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കോട്ടയം ജില്ലയിലെ മീനച്ചൽ നദിയിലെ പേരൂർ സ്റ്റേഷൻ, കോഴിക്കോട് കോരപ്പുഴ നദിയിലെ കുന്നമംഗലം സ്റ്റേഷൻ, പത്തനംതിട്ട അച്ചൻകോവിൽ നദിയിലെ കല്ലേലി സ്റ്റേഷൻ, കോന്നി GD സ്റ്റേഷൻ, മണിമല നദിയിലെ ത്രോണ്ട്ര, അതായത് വള്ളംകുളം സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും ആളുകൾ നദിയിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും അറിയിപ്പുണ്ട്. കോഴിക്കോട്, വയനാട്, ഇടുക്കി ജില്ലകളിൽ ഇന്നും സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും ഈ അവധി ബാധകമാണ്. വയനാട്ടിലും ഇടുക്കിയിലും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർവകലാശാല പരീക്ഷകൾ ഒക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. കേരളത്തിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പുണ്ട്. നദീ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്നാണ് കേന്ദ്ര കാലാവസ്ഥ പറയുന്നത്. പ്രളയ സാധ്യത കണക്കിലെടുത്ത് വിവിധ നദികൾ റെഡ്, ഓറഞ്ച് അലർട്ടുകൾ നൽകിയിരിക്കുകയാണ്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്നാണ് നിർദ്ദേശം.
യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കോട്ടയം ജില്ലയിലെ കോഴിക്കോട്, പത്തനംതിട്ട, അച്ചൻകോവിൽ അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴയെ നമ്മൾ ഭയപ്പെടുക തന്നെ വേണം. കാരണം ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ്. 2018 പ്രളയത്തെ എങ്ങനെയാണ് നമ്മൾ അതിജീവിച്ചതെന്ന് അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴുമുണ്ട്. അതിനുശേഷം വന്ന പ്രളയം, ഉരുൾപൊട്ടൽ ഒക്കെ വലിയ രീതിയിൽ നമ്മളെ ജനജീവിതത്തെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ചൂരൽമലയിൽ കാണാതായവ ഇപ്പോഴും 40-ലേറെ പേരെ ആളുകൾ കാണാതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മഴയെ ഭയപ്പെടുക തന്നെ വേണം, നിസ്സാരമായി കാണരുത്. ഈ മീൻ പിടിക്കാനൊക്കെ ഈ സമയത്ത് തോടുകളിലും പുഴകളിലുമൊക്കെ പലരും പോകാറുണ്ട്. ഈ മഴ ശക്തമായി പെയ്ത് തുടങ്ങുമ്പോൾ ഈ വെള്ളം എങ്ങനെയാണ് കയറി വരുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ ഈ തോടുകളിലൊക്കെ വെള്ളം നിറയുമ്പോൾ അത് നമ്മൾ കരുതും അപകട സാധ്യത കുറവാണെന്നൊക്കെ ഉള്ളത്. പക്ഷെ അപകട സാധ്യത അവിടെയും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ തോടുകളിലും പുഴകളിലും ഒക്കെ മീൻ പിടിക്കാൻ പോകുന്നവർ അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ ഈ വംശനാശ ഭീഷണി നേരിടുന്ന മീനുകൾക്കൊക്കെ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ മീൻ പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പലരും അത് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ആ നിയമമൊക്കെ മറികടന്നുകൊണ്ട് പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പോലീസിൻ്റെ ശ്രദ്ധക്കുറവ് പല ഭാഗങ്ങളിലുമുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എങ്കിലും അത്തരത്തിൽ പോകുന്നവർ പോലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ കാലപ്പഴക്കം ചെന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ ഈ ശക്തമായ കാറ്റിലും മഴയിലുമൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. പലയിടത്തും നമ്മൾ വിചാരിക്കാതെ തന്നെ അമിതമായി ജലപ്രവാഹത്തിന് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റുകൾ അടിക്കുമ്പോൾ കാലപ്പഴക്കം ചെന്ന മരങ്ങൾ മുറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായി ജാഗ്രതയോടും ഭയത്തോടും കൂടി തന്നെ മുന്നോട്ട് പോകണം. പ്രളയമെന്ന് പറയുന്നത് അത് വെറും ഒരു നിസ്സാര കാര്യമല്ല എന്ന് 2018 നമ്മൾ മനസ്സിലാക്കിയതാണ്. അന്ന് എല്ലാവരും ഒന്നിച്ചു നിന്നതുകൊണ്ട്, കടലിൻ്റെ മക്കളടക്കം ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. പലരുടെയും ആജീവനകാല സമ്പാദ്യം മുഴുവൻ ആ മഴ, ആ പ്രളയം കൊണ്ടുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനിയും അത് ആവർത്തിക്കരുത് എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ളത്. പക്ഷെ അതിനുശേഷം എന്തൊക്കെ മുൻകരുതലുകൾ നമ്മുടെ സർക്കാരുകളിൽ എടുത്തു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്കത് അറിയില്ല. കാരണം പല റോഡുകളും വെള്ളത്തിനടിയിലാകുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ കേരളം ഇപ്പോഴും ആ 2018 തന്നെയാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് ഇപ്പോഴും മഴ വരുമ്പോൾ പുറത്ത് കടന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ജനങ്ങളോടാണ്, നിങ്ങൾ ജാഗരൂകരായി തന്നെ മുന്നോട്ട് പോകണം. പ്രളയ മുന്നറിയിപ്പുണ്ട്. പല സ്ഥലങ്ങളിലെ നദികളുടെ ജലം ഉയരാൻ സാധ്യത ഉള്ളതുകൊണ്ട് വീണ്ടും ഒരു പ്രളയ മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധാപൂർവം കണക്കിലെടുത്ത് മുന്നോട്ട് പോവുക.